ഇത് ഞാൻ പറയില്ലേ, പഴയ രാജകൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്ന വിദൂഷകന്മാരെ പോലെ കുറെ ആളുകളെ ഇപ്പൊ സൃഷ്ടിച്ചിരിക്കുക. അവർ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെ ഈ പുതിയ രാജഭരണകാലത്ത്, പിണറായി ഭരണകാലത്ത് പുതിയ വിദൂഷക വേഷം കെട്ടി അത് ആടുകയാണ്. പണ്ട് രാജാക്കന്മാർ സിംഹാസനത്തിലിരുന്നു ആ വിദൂഷകന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ട് ആസ്വദിച്ചതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും അത് ആസ്വദിക്കുകയാണ്. അല്ലെങ്കിൽ പറയണ്ടേ, ഈ ഏർപ്പാട് നിർത്താൻ പറയണ്ടേ, ഈ ഏർപ്പാട് നിർത്താൻ പറയണ്ടേ. എന്നെക്കുറിച്ചാണ് ആരെങ്കിലും ഇതുപോലൊരു കവിത കെട്ടി പാടുവാണെങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെടും. അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെടും. കാരണം ഇത് ഉണ്ടാക്കി വന്നവൻ്റെ ഉദ്ദേശം എന്താണെന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കണ്ടേ. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അൺപോപ്പുലറായി നിൽക്കുന്ന, ജനവിരുദ്ധനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് ഇതുപോലെ കവിത എഴുതുന്നവരെ ഒരു നല്ല നമസ്കാരം അവർക്ക് പറയണം. അത്രയും എന്താണ് അല്ല, ഇത് ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കണം. അൻവർ ഉന്നയിച്ച സമയത്ത് ഞാൻ അൻവറിനോടല്ല മറുപടി പറഞ്ഞത്, മുഖ്യമന്ത്രിയോടാണ് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിയാണ് സഭാ നേതാവും LDF ഇടതുപക്ഷ പാർട്ടികളുടെ MLA-മാരുടെ നേതാവും. ഞാനാണ് UDF-ൻ്റെ. UDF-ലെ ഏതെങ്കിലും ഒരു MLA ഞാൻ അറിയാതെ ആർക്കെങ്കിലും എതിരായിട്ട് ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ? ഞാൻ അറിയണം, എൻ്റെ അനുമതി വേണം, പാർലമെൻ്ററി പാർട്ടി ലീഡർഷിപ്പിൻ്റെ അനുമതി വേണം. മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ ഇത്രയും തരം താണ ഒരു ആരോപണം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കും. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും അതിൽ പങ്കുണ്ട്. അദ്ദേഹം നിഷേധിച്ചില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് ഇതുവരെ ഒരു കമൻറ്റും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിയാം ഇത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നും അത് അവസാനം തമാശയായി പോയപ്പോഴാണ് ഇപ്പോൾ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇല്ലാത്തത്. പക്ഷേ കേരളത്തിൻ്റെ നിയമസഭയിൽ ഉന്നയിച്ചതാ. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാ ചോദിച്ചത്, നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് ചോദിച്ചത്. എന്നിട്ട് എല്ലാ MLA ആരോപണം വിധേയരായ എല്ലാവരും പറയും ഇത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണം. ആദ്യമായിട്ട് പറഞ്ഞത് എനിക്കെതിരായ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യരുത്. ഇങ്ങനെയും ഒരു കാലത്ത് ഇതുപോലെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളും നേതൃത്വവും ഒക്കെ ഈ കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് വരും തലമുറ അറിയട്ടെ, അത് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞത്. ഞാൻ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയാണ് ഉന്നയിച്ചത്. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസായിരിക്കും, ശശിയാകാം, വേറെ ആരെങ്കിലും ആകാം, വ്യക്തികളല്ല പ്രശ്നം. ഞാൻ പൊളിറ്റിക്കലായിട്ടാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഒരു LDF MLA, ഒരു CPM MLA സഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണം ഉന്നയിക്കുക. അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഇത് ഉന്നയിച്ചത്. എന്നിട്ട് ഇപ്പം അതിന് ആരുമില്ല, നാഥനില്ല. ഇപ്പോൾ ഉന്നയിച്ച ആളും പറയുന്നു വേറെ ആൾ പറഞ്ഞിട്ടാണെന്ന് പറയുന്നു, ആൾ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കുന്നു. അപ്പം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാഴ്ചക്കാരാവും. ഇപ്പോൾ അത്രയേ ഉള്ളൂ. അല്ല, തീരുമാനം എടുത്താൽ ആ നടപടിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ആ നിയമം ഒരു കാരണവശാലും അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല. സഭ കൂടൂല അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് തെറ്റായ ഒരു നീക്കമാണ്. അതിൽ നിന്ന് പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റും അത് തന്നെയാണ്. ഇത് കേരളത്തിൽ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1000-ഓളം പേരാണ് ഈ സമീപ വർഷങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. ഞങ്ങൾ നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തും ഇതിന് നടപടികൾ സ്വീകരിക്കണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. നിസ്സംഗമായ ഒരു സമീപനമാണ് വനം വകുപ്പിൻ്റെയും വനം വകുപ്പ് മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയാണ്. നേരത്തെ പണ്ട് മതിൽ കെട്ടുമായിരുന്നു, കിടങ്ങു കുഴിക്കുമായിരുന്നു, സൗരോർജ്ജ വേലി കെട്ടുമായിരുന്നു. ഇപ്പോൾ ഒരേ ഏർപ്പാടുമില്ല. ഇപ്പോൾ മനുഷ്യരെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആ പ്രദേശത്തെ ആളുകളുടെ ഭീതി എന്താണ്? കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, പലരും പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്, പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല, ബാങ്കിൽ പോകാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. ഭീതിയുടെ നിഴലിലാണ് മലയോര പ്രദേശം മുഴുവൻ നിൽക്കുന്നത്. നിരവധി പ്രാവശ്യം ഞങ്ങളിത് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് വലിയൊരു സമരജാഥയുമായി ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ മലയോര സമരജാഥ ഈ മാസം 27-ാം തീയതി അവിടെ നിന്ന് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിക്കുകയാണ്. അത് എല്ലാ മലയോര പ്രദേശങ്ങളിലൂടെ പോവുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് കൂനിൻമേൽ കുരുവെന്നതുപോലെ പുതിയ വന നിയമം വരുന്നത്. അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരം നൽകിക്കൊണ്ട് ഈ കർഷക വിരുദ്ധ ആദിവാസി വിരുദ്ധ നിയമം ഉണ്ടാക്കുകയാണ്.
വനം സംരക്ഷിക്കുന്നതിന് ആരും എതിരല്ല, ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെ തന്നെയാണ്. 29% കേരളത്തിൽ ഫോറസ്റ്റാണ്, ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. പക്ഷേ മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സംരക്ഷണം, അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണം, ഇതൊന്നും ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിയുന്നില്ല. വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ജനങ്ങളെ. ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ സമരവും വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന വിഷയം ഈ വന്യജീവി ആക്രമണവും അതുപോലെ കാർഷിക മേഖലയിലെ തകർച്ചയും ബഫർ സോൺ വിഷയവും ഈ പുതിയ വനം നിയമം, നിർദ്ദിഷ്ട വനം നിയമവുമായി. അല്ല, ഞങ്ങളിത് എത്രയോ നാളുകളായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെല്ലാം ഇപ്പോൾ അൻവർ ഉയർത്തിയപ്പോഴാണ് അത് കണ്ടത്. കോതമംഗലത്തും കുട്ടമ്പുഴയിലും കേരളത്തിൻ്റെ പത്തനംതിട്ടയിലും എല്ലാം ആളുകളെ ചവിട്ടിക്കൊന്നപ്പോൾ എറണാകുളം DCC പ്രസിഡന്റ് അത് ഷിയാസ്, അതുപോലെ മാത്യു കുഴൽനാടൻ MLA, എൽദോസ് കുന്നപ്പള്ളി MLA, അവർക്കൊക്കെ പലർക്കെതിരെ ജാമ്യമില്ലാത്ത കേസാണ്, എത്രയോ മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നിയമസഭയിൽ ഞങ്ങൾ ഗൗരവത്തോടു കൂടി പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീ സണ്ണി ജോസഫ് MLA, ശ്രീ സജീവ് ജോസഫ്, അവരെല്ലാം പല പ്രാവശ്യമായിട്ട് നിയമസഭയ്ക്കും പുറത്തും ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ അപ്രസക്തമായ ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇതൊരു കോസാണ്. അതിനിപ്പോൾ ഞങ്ങൾ എന്തിനാ ഈ കാര്യത്തിൽ അൻവറായിട്ട് കൈകോർക്കാൻ പോകുന്നത്? UDF ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ കാര്യത്തിൽ. ഒരു പൊതുവിഷയത്തിൽ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ തന്നെ അതൊരു എത്ര മാസം മുമ്പാണ്, 1 മാസം മുമ്പ് ചേർന്ന UDF യോഗത്തിലാണ് മലയോര ജാഥ നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ നിലമ്പൂരൊന്നും ആന ചവിട്ടിക്കൊന്നിട്ടില്ല, നേരത്തെ തീരുമാനിച്ച UDF. അതായത് കേരളത്തിലെ ജനങ്ങളോടും നീതിന്യായ വ്യവസ്ഥയോടും CPM വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം പറഞ്ഞു, 2 ചെറുപ്പക്കാരെ, 2 കുടുംബത്തിൻ്റെ പ്രതീക്ഷകളായ ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്നിട്ട് അതിന് മുഴുവൻ ആസൂത്രണവും നൽകിയിട്ട് അതിലെ പ്രതികൾ, ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികൾ ജയിലിലേക്ക് വരുമ്പോൾ ജയിലിൻ്റെ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് അവരെ സ്വീകരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് അന്തർദേശീയ തീവ്രവാദ സംഘടനകളെക്കാൾ മോശമാണ്. എന്താണ് CPM, ഈ ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നിങ്ങൾ കൊന്നിട്ട് വരാനാണ് പറഞ്ഞത്. കൊന്നിട്ട് വന്നോ, ഞങ്ങൾ സംരക്ഷിക്കുമെന്നല്ലേ ഒരു പാർട്ടി പറയുന്നത്? അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് CPM ജനങ്ങളെ വെല്ലുവിളിച്ച് നടത്തുന്നത്. ഇനിയിപ്പോൾ അവരെ സംരക്ഷിക്കാൻ, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ, അതായത് CPMന് വേണ്ടി ആര് കൊല്ലാനിറങ്ങിയാലും അവരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കും എന്നാണ്. പിന്നെ പിരിവ് അവരുടെ സ്ഥിരമായ ഒരു രീതിയാണ്. ആ അഭിമന്യുവിന് വേണ്ടി പൈസ പിരിച്ചിട്ട് അതിൻ്റെ 1/3 ആ കുടുംബത്തിന് കൊടുത്തിട്ടില്ല. ബാക്കി പൈസ എവിടെ പോയെന്ന് ഒരു പിടിയില്ല. അതവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരായ 100 വനിതാ ജീവനക്കാർ നാളെ മോദിക്ക്